എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ആധാർ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വീഡിയോകളായതുകൊണ്ട് തന്നെ ആധാറിൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ആധാർ അടിസ്ഥാനമാക്കി പല കാര്യങ്ങൾക്കും ഫേസ് ഒതൻറ്റിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആധാർ അപ്ഡേഷനും ആധാറിൻ്റെ ഫോട്ടോ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമാണ്. ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡും 5 വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് 7 വയസ്സിന് മുമ്പും ഇത് കഴിഞ്ഞ് 15 വയസ്സ് മുതൽ 17 വയസ്സിന് മുമ്പും പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. നമ്മുടെ ആധാർ കാർഡ് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി മുഖാന്തരം ആധാർ ആപ്പും അവതരിപ്പിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ആധാർ കാർഡ് കയ്യിൽ കൊണ്ട് നടക്കണം എന്നിപ്പോൾ നിർബന്ധമില്ല. ആധാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അത് മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന QR കോഡ് ആധാർ രേഖ നൽകേണ്ടടുത്ത് കാണിച്ചാൽ മതി. അവർ അത് സ്കാൻ ചെയ്ത് നമ്മുടെ ആധാർ കാർഡ് വിവരങ്ങൾ, അവർക്ക് വേണ്ട വിവരങ്ങൾ മാത്രം അവർക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ ID നമ്പർ, അതായത് നമ്മുടെ ആധാർ നമ്പർ, അത് വളരെ പ്രധാനപ്പെട്ട രേഖ തന്നെയാണ്. ഈ നമ്പർ പ്രകാരം നമുക്ക് പല വെരിഫിക്കേഷനുകളും പല സന്ദർഭങ്ങളിലും നടത്തേണ്ടതുണ്ട്. OTP വെരിഫിക്കേഷൻ, ബയോമെട്രിക് വെരിഫിക്കേഷൻ, ഫേസ് വെരിഫിക്കേഷൻ ഇവയെല്ലാം ഇപ്പോൾ കൃത്യമായ ഇടവേളകളിൽ പല ആവശ്യങ്ങൾക്കായി നമ്മൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ OTP വെരിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പർ നമ്മളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മുമ്പെങ്ങോ നൽകിയിട്ടുള്ള നമ്പർ നമ്മുടെ കയ്യിൽ നിന്നും മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ നിലവിലെ ആ നമ്പർ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്പർ അപ്ഡേറ്റ് ആക്കണം. ആ കാര്യം മറക്കരുത്. മറ്റൊന്ന് ഫോട്ടോ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ ആധാർ കാർഡിൽ നമ്മൾ 10 വർഷം മുമ്പുള്ള രൂപമായിരിക്കും ഉണ്ടാകുക. അത് മാറുന്നതിന് വേണ്ടി ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ അത് ചെയ്യാൻ കഴിയുന്നതാണ്. ആ സമയത്ത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെളിച്ചം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇരുണ്ട മുഖമാണ് എങ്കിൽ പല സമയത്തും നമുക്ക് പിന്നീട് ആധാർ RD എന്ന ആപ്പ് മുഖേന ഫേസ് ഒതൻറ്റിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമല്ലാതെ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ മുഖം കൃത്യമായിട്ട് നമ്മുടെ ആധാറിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ബയോമെട്രിക് വെള്ളടയാളവും കണ്ണിൻ്റെ പ്രിന്റുമെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതും നല്ലതാണ്. നിർബന്ധമില്ല, പക്ഷെ അതും കൃത്യമാക്കുക. റേഷൻ വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ സാധ്യമാകാൻ ഇതിലൂടെ സാധിക്കും. ബയോമെട്രിക് ശേഖരിക്കുന്ന സമയത്തും നമ്മുടെ വിരലടയാളം ഒരുപാട് നേരം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടിയും വരില്ല. ഓരോ 10 വർഷം കൂടുമ്പോഴും ഇതെല്ലാം പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികളുടെ കാര്യം, അവർക്ക് മത്സര പരീക്ഷകൾക്കും സ്കോളർഷിപ്പും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ആധാർ നിർബന്ധമാണ്. ആധാർ ബയോമെട്രിക് ആഡ് ചെയ്യുന്നത് 5 വയസ്സിന് ശേഷമാണ്. 5 വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡിൽ ബയോമെട്രിക് ആഡ് ചെയ്യണം 5 വയസ്സ് കഴിഞ്ഞാൽ എന്നുള്ളത് ശ്രദ്ധിക്കുക. 7 വയസ്സിന് മുമ്പാണെങ്കിൽ അത് സൗജന്യമായിരിക്കും. അത് കഴിഞ്ഞാൽ 100 രൂപ അധികം നൽകേണ്ടി വരും. ഇനി 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേതും പുതുക്കണം. 7 വയസ്സിനുള്ളിൽ പുതുക്കിയതാണ് എങ്കിൽ 15 വയസ്സ് കഴിഞ്ഞാലും സൗജന്യമാണ്. 17 വയസ്സ് വരെ സൗജന്യമായിരിക്കും. 17 വയസ്സ് കഴിഞ്ഞിട്ടും പുതുക്കിയിട്ടില്ല എങ്കിൽ ആ സൗജന്യം ഒഴിവാക്കപ്പെടുന്നതാണ്. മറ്റൊന്ന്, ആധാർ കാർഡിലെ രേഖകൾ മാറ്റുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി ജനന തീയതി ഒറ്റ പ്രാവശ്യം മാത്രമാണ് മാറ്റാൻ കഴിയുക. പേര് 2 പ്രാവശ്യവുമാണ് മാറ്റാൻ കഴിയുക. അപ്പോൾ പേര് മാറ്റുന്നതിനും ജനനത്തീയതി മാറ്റുന്നതിനും കൃത്യമായ രേഖകൾ കൂടി ഹാജരാക്കേണ്ടി വരും എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട് 2026 ഏപ്രിൽ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന് മസ്റ്ററിംഗ് ഉണ്ട്, അത് ആധാർ അടിസ്ഥാനത്തിലാണ്. ക്ഷേമ പെൻഷന് മസ്റ്ററിംഗ് ഉണ്ട്, അത് ആധാർ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവയെല്ലാം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും നമ്മുടെ പണമൊക്കെ മുടങ്ങുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയൊന്നും ഉണ്ടാകാതിരിക്കാൻ, തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ആധാറിൻ്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. എല്ലാ കാര്യങ്ങളും കൃത്യമായ അപ്ഡേഷനുകളും വെരിഫിക്കേഷനും നടത്തേണ്ടതുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.